തെങ്കാശി ജില്ലയിലെ ചൊക്കംപട്ടി കഴിഞ്ഞ് സിംഗിളിപ്പെട്ടിയിൽ നിന്ന് വേട്ടറമ്പട്ടി പാമ്പൻകോവിൽ പോണ റോഡാണിത്. ഞങ്ങൾ കോഴി ഫാം വെച്ചേക്കാണ്. കോഴിക്ക് വെള്ളം മോട്ടറിടാനും കുടിക്കാൻ വെള്ളമെല്ലാം നമ്മൾ ബോറിൽ നിന്നാണ് എടുക്കുന്നത്. കാരണം ഉണ്ടെങ്കിലേ നമുക്ക് പറ്റത്തുള്ളൂ. ഇന്നലെ രാത്രി അണ്ണാമലയുടെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞ് വണ്ടികളെല്ലാം സിംഗിളിപ്പെട്ടിയിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് വിട്ട് ഹൈവേന്ന് തിരിച്ചു വിട്ടപ്പോൾ വലിയ സ്ലീപ്പർ വണ്ടികൾ വന്ന വഴിയായത്. അപ്പോൾ നമ്മളെ ലൈൻ കമ്പി ഇങ്ങനെ EB-ക്കാരെ ലൈൻ കമ്പി ഇങ്ങനെ കൊടുത്തേക്കുവാണ്. ഇങ്ങനെ കുറുകെയാണ് വന്നേക്കുന്നത്. ഇപ്പോഴത്തെ പോസ്റ്റിലോട്ടാണ് ഈ കണക്ഷൻ പോയേക്കുന്നത്. അങ്ങനെ വണ്ടി വന്ന് കുരുങ്ങി ഇവിടെ റോഡ് മൊത്തം ബ്ലോക്കായപ്പം ഏതാണെന്നറിയാൻ വയ്യ. ഏതോ ഒരു SI ഇവിടുത്തെയാണെന്ന് അറിയത്തില്ല, ഒരു SI ഇതുവഴി വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ 6 മണി തൊട്ടേ EB-ക്കാരെ കിടന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ വരാൻ പറ്റത്തില്ല, രാവിലെ വരത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് വണ്ടികളെല്ലാം തിരിച്ച് വിടുവാണ്, ഇവിടെ ഇങ്ങനെ ഇത് കട്ടാകുമെന്നും പറഞ്ഞുകൊണ്ട് വലിയ വിഷയങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ ആ വയറ് ഇങ്ങനെ താന്ന് കിടക്കുമ്പോൾ ഞങ്ങൾ 6 മണി തൊട്ടേ EB-ക്കാരെ വിളിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അവർക്ക് വരാൻ പറ്റത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് അവർ വലിയ ഇതൊക്കെ പറഞ്ഞ് അവരങ്ങ് ഒഴിവായി. അങ്ങനെ ഒരു വണ്ടി വരുന്ന വഴിക്ക് ഇത് കുരുങ്ങി ഈ ലൈൻ കമ്പിയിൽ ഈ കാണുന്ന പൈപ്പ് താഴുകയും ഈ ലൈൻ കമ്പി കുറുകെ വീണ് പൊട്ടുകയും ചെയ്യും. താഴെ വീണ് കിടക്കുകയും ചെയ്തപ്പോൾ പോലീസുകാർ തന്നെ അപ്പോൾ EB-ക്കാരെ വിളിച്ച് EB-ക്കാർ അന്നേരം തന്നെ വന്ന് അപ്പോൾ അവർ ഞങ്ങൾ പറഞ്ഞു, സാറേ ഇവിടെ മോട്ടർ ഇട്ടിട്ടില്ല, കോഴിക്കൊന്നും വെള്ളമില്ല, EB-ക്കാരെ ഞങ്ങൾ 6 മണി തൊട്ടേ കിടന്ന് വിളിക്കുകയാണ്, അവരിതുവരെ വന്നില്ല. അപ്പോൾ അവർ ഈ പോലീസുകാർ വിളിച്ച് EB-ക്കാർ ഇങ്ങോട്ട് വന്നിട്ട് ഇത് കണ്ടോ, ഈ വയർ ഈ 3 പീസ് ലൈനാണ് നമുക്ക്. ആ വയർ 3 പ്ലെയർ വെച്ച് കട്ട് ചെയ്തിടുകയും ഇത് കണ്ടോ, ഈ പൈപ്പ് ഒടിഞ്ഞ് ഞങ്ങൾ ഈ പൈപ്പ് പിടിച്ച് കെട്ടി ഇപ്പോൾ രാവിലെ കെട്ടി നിർത്തുകയും ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്, രാവിലെ EB-ക്കാരെ വിളിച്ചിട്ട് അവരെ ഇന്നിപ്പോൾ ഞായറാഴ്ചയാണൊന്നും പറ്റത്തില്ല, ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ല, നമുക്ക് കോഴിക്ക് വെള്ളമില്ല, മോട്ടർ ഇടാനൊന്നും പറ്റത്തില്ല, ഭയങ്കര സങ്കടത്തിലാണ്. തമിഴ്നാടിൻ്റെ ഒരു അവസ്ഥ ഇതാണ്. തമിഴ്നാട്ടിൽ കേരളക്കാർ വന്ന് താമസിച്ചാൽ ഈ ഒരു അവസ്ഥയാണ്, മനസ്സിലായില്ലേ? അതുകൊണ്ട് തമിഴ്നാട്ടിൽ വരുന്നൊരു പ്രത്യേക ഒരുക്കിക്കൊണ്ട് ഞങ്ങളിന്നലെ രാത്രി ഇതിൽ കൂടെ എത്രയോ വാഹനങ്ങൾ ബൈക്കുകാർ അടുത്തടുത്ത് പോയിട്ടും ഞങ്ങളെ സഹായിക്കാനൊന്നും ആരും ഇറങ്ങി വന്നില്ല. ഇങ്ങനെ ഒരു കന്നന്തിരിവ് പണി കാണിച്ചിട്ടാണ് അവർ പോയേക്കുന്നത്. ഇത് വയർ കട്ട് ചെയ്തിടുകയും ഞങ്ങൾ 25,000, 30,000, 22,000 വെച്ച് കറണ്ട് ബില്ല് ഞങ്ങൾ കെട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. ഞങ്ങൾ ഇങ്ങനൊരു അവസ്ഥ. എന്നാൽ അവർ വന്ന് ആ പൈപ്പ് അന്ന് കട്ട് ചെയ്തിട്ടെങ്കിൽ അവരന്ന് ഇത് കറക്റ്റായിട്ട് ചെയ്യേണ്ടതുമാണ്, അവരത് ചെയ്തില്ല. ഇത് നോക്കിയാണ് തമിഴ്നാട്ടിൽ വരുന്നവരൊക്കെ ഫാം മേടിക്കുന്നവരും കൃഷി സ്ഥലങ്ങൾ മേടിക്കുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് തെങ്കാശി ജില്ലയിൽ ചൊക്കംപട്ടി അടുത്ത സിംഗിളിപ്പെട്ടിയിൽ നിന്ന് പാമ്പൻകോവിൽ പാത വേട്ടറമ്പട്ടി എന്ന് പറയും. അവിടുത്തെ ഒരു കോഴി ഫാമിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത്.